മൂന്ന് പേരുടെ ജീവനെടുത്ത കള്ളാടി ദുരന്തത്തിന് വഴിവെച്ചത് ജില്ലാ ഭരണകൂടത്തിന്റെയും കരാർ കമ്പനിയുടെയും ഗുരുതരമായ വീഴ്ചയാണ്. മണ്ണ് മാറ്റിയിടാനുള്ള സ്ഥലം കണ്ടെത്താൻ ജില്ലാ ഭരണകൂടത്തിന് സാധിച്ചില്ല. മീനാക്ഷി പാലത്തിന് സമീപം വൻതോതിൽ മണ്ണ് കൂട്ടിയിട്ടത് ദുരന്തത്തിന് കാരണമായി. എന്നാൽ മണ്ണ് കൂട്ടിയിട്ടതും അപകടവും തമ്മിൽ ബന്ധമില്ലെന്നാണ് കമ്പനിയുടെ വിശദീകരണം. മണ്ണിടിച്ചിലുണ്ടായത് നിർമ്മാണം നടക്കുന്നതിന് 12 മീറ്റർ മുകളിലുള്ള വനഭൂമിയിലെന്നും ജനറൽ മാനേജർ സെബാസ്റ്റ്യൻ പ്രതികരിച്ചു. ഇത് നമ്മുടെ PWD ലാൻഡിന്റെ പുറകുവശത്ത് അത് ഫോറസ്റ്റ് ലാൻഡാണ്. ആ ഭാഗം നമ്മുടെ കൺട്രോളിലുള്ളതല്ല. അപ്പോൾ അവിടെ നിന്നാണ് ശരിക്കും ലാൻഡ് സ്ലൈഡ് സ്റ്റാർട്ട് ആയിട്ടുള്ളത്. നമ്മളൊരു കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ അത് അതിന്റെ ആക്ച്വൽ ആയിട്ടുള്ള പ്ലാനും പ്രൊഫൈലും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അവിടം വരെയാണ് PWD ലാൻഡ് ഉള്ളത്. അവിടം വരെ നമ്മൾ എക്സ്ട്രീം ആ ബൗണ്ടറി വരെ നമ്മൾ മണ്ണ് എക്സ്കവേഷൻ ചെയ്ത് അതിന്റെ ടണലിന്റെ വേ ആക്സസ് മെയിൻറ്റെയിൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് നെയിൽ ചെയ്ത് ഷോർട്ട് കട്ടിങ് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്ത ഏരിയയാണ്. പക്ഷെ അതിന്റെ പുറകിൽ ഒരു 10-12 മീറ്റർ പുറകിൽ നിന്നാണ് ലാൻഡ് സ്ലൈഡ് തുടങ്ങിയിട്ടുള്ളത്. മണ്ണ് മാറ്റാൻ നിർദ്ദേശം നൽകിയിരുന്നതായി ജില്ലാ കളക്ടർ മേഘശ്രീ ഇന്നും ആവർത്തിച്ചു. ഈ മണ്ണ് മാറ്റാനുള്ള നിർദ്ദേശം കൊടുത്തിരുന്നു? കൊടുത്തിട്ടുണ്ട്. കൊടുത്തിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് ദേർ, ഇറ്റ് ഈസ് അവൈലബിൾ വിത്ത് യു ഓൾസോ. സോ ലെറ്റ് us focus on rescue operation. വിവാദത്തിനുള്ള സമയമല്ലെന്നും വീഴ്ച പറ്റിയെങ്കിൽ പരിശോധിക്കുമെന്നും മന്ത്രി AP അനിൽകുമാർ ന്യൂസ് മലയാളത്തോട് പ്രതികരിച്ചു. അതിലേക്ക് ഇപ്പോൾ തർക്കത്തിൻ്റെയും വിവാദത്തിൻ്റെയും പരസ്പരം പഴിചാരലിൻ്റെയും സമയമായിട്ട് തോന്നുന്നില്ല. ഇപ്പോൾ രക്ഷാപ്രവർത്തനങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുക, ഞങ്ങളത് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിരുന്നത് തന്നെ ഞങ്ങൾക്ക് അത്തരം കാര്യങ്ങളിൽ എവിടെയാണ് വീഴ്ച വന്നിട്ടുള്ളത് എന്നുള്ളത് പരിശോധിക്കുക എന്നുള്ളത്, അത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കും. മറ്റ് എന്താണോ നടപടി വേണ്ടത് അതൊക്കെ എടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. കള്ളാടിയിൽ സോണുകളായി തിരിച്ചു പരിശോധനയെന്ന് ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. പാറക്കല്ലുകളും കോൺക്രീറ്റ് പാളികളും തെരച്ചിലിന് പ്രതിസന്ധിയെന്നും ജില്ലാ പോലീസ് മേധാവി. റോഡ് ആദ്യമേ ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. റോഡിന് ആ മണ്ണ് പാലത്തിന് ഇരുവശത്തുമുള്ള മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയാണെന്നുള്ളതിനെ കുറിച്ചുള്ള തെരച്ചിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് നമ്മുടെ കടാവർ ഡോഗിന്റെ സർവീസും ഉപയോഗിക്കുന്നുണ്ട്. മണ്ണ് ഇടിഞ്ഞു വന്നപ്പോൾ ചെളിയും പാറക്കല്ലും ഉണ്ട്. അപ്പോൾ അത് പരമാവധി പെട്ടെന്ന് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. മരിച്ചവരുടെ മൃതദേഹം വൈകിട്ടോടെ നാട്ടിലെത്തിക്കും. വിമാനമാർഗമാണ് മൃതദേഹങ്ങൾ കൊണ്ടുപോകുക. മുഖ്യമന്ത്രി VD സതീശൻ ഉച്ചയോടെ ദുരന്തഭൂമി സന്ദർശിക്കും. ദുരന്തഭൂമിയിൽ നിന്ന് സരീഷ് PKയും സരീഷ് PKയും ലിൻഡോയുമാണ് ചേരുന്നത്. ആദ്യം ലിൻഡോയിലേക്ക് പോകാം. ലിൻഡോ, തിരച്ചിലിന്റെ വിവരങ്ങളാണ് ലിൻഡോയിൽ നിന്ന് അറിയേണ്ടത്. ഇപ്പോഴെങ്ങനെയാണ് അവിടുത്തെ കാലാവസ്ഥ? ഇന്നലെയൊക്കെ വലിയ മഴയൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇന്നും സമാനമായ സ്ഥിതിയാണ് ഉള്ളത്. ഇന്ന് സോണുകളായി തിരിച്ചാണ് നിലവിലിനി തിരച്ചിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്നാണല്ലോ അറിയുന്നത്. അങ്ങനെയെങ്കിൽ ആ പ്രവർത്തനങ്ങളിലേക്ക് നിലവിൽ കടന്നിട്ടുണ്ടോ? ഏത് നിലയ്ക്കാണ് അവിടെ നിലവിൽ തിരച്ചിൽ പുരോഗമിക്കുന്നത്? ശ്യാമലി, ഇന്ന് രാവിലെ മുതൽക്ക് തന്നെ ഇന്നലെ മന്ത്രി T സിദ്ദിഖ് അറിയിച്ചതുപോലെ തന്നെ 4 സോണുകളായി തിരിച്ച് ഈ തിരച്ചിൽ രാവിലെ 7 മണിയോടുകൂടി തന്നെ ആരംഭിച്ചിട്ടുണ്ട്. 65ഓളം NDRF പ്രവർത്തകരും 100ഓളം ഫയർഫോഴ്സും ഒപ്പം പോലീസ് 150ഓളം വരുന്ന പോലീസ് സേനാംഗങ്ങളും ചേർന്നാണ് ഈ പരിശോധന നടത്തുന്നത്, ഈ തിരച്ചിൽ നടത്തുന്നത്. കൂടാതെ സന്നദ്ധ പ്രവർത്തകരടക്കം ഇപ്പോൾ ഈ ദുരന്ത മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട്. പ്രധാനമായും ഇതിൽ ഒരു സമാധാനമായി പറയുന്നത് നിലവിൽ 5 പേരാണ് കാണാതായിട്ടുള്ളത്. കളക്ടർ പറഞ്ഞത് പ്രകാരം നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ കണ്ടതുപോലെ തന്നെ ആ CCTV ദൃശ്യങ്ങളിൽ നിന്ന് നമ്മൾ ഈ പ്രദേശത്തുള്ള ആളുകൾ കൂടി എല്ലാത്തേക്ക് കുടുങ്ങുന്നത് കണ്ടു. എന്തായാലും അവരെല്ലാവരും അത്ഭുതകരമായി രക്ഷപ്പെടുകയും വലിയ രീതിയിലുള്ള പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ കളക്ടർ പറഞ്ഞിരിക്കുന്നത് ഈ 5 പേരാണ്. നിലവിൽ ഇതിന്റെ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചപ്പോൾ ഈ 5 പേർ മാത്രമാണ് നിലവിൽ മിസ്സിംഗ് ആയിട്ടുള്ളത്. പ്രാദേശിക തലത്തിലുള്ള ഒരാൾ പോലും ഈ അപകടത്തിൽ പെട്ടിട്ടില്ല എന്നതിൽ ഉറപ്പുവരുത്താൻ സാധിച്ചു എന്നാണ് കളക്ടർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ 5 പേർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിലാണ് പ്രധാനമായും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ മന്ത്രിമാരടക്കം രാവിലെ തന്നെ കൃഷി മന്ത്രി T സിദ്ദിഖും റവന്യൂ മന്ത്രി AP അനിൽകുമാറും പ്രദേശത്തെത്തുകയും ഏകദേശം 1.5 മണിക്കൂറോളം ഈ മേഖലയിൽ ചെലവഴിക്കുകയും ചെയ്തു. ഒപ്പം ഷാഫി പറമ്പിൽ MP കൂടി ഇവിടെ എത്തി സന്ദർശനം നടത്തിയിട്ടുണ്ട്. എന്തായാലും കൃത്യമായ ഏകോപനത്തോടെ ഇവിടെ തിരച്ചിൽ നടത്തുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും മഴ വലിയ രീതിയിൽ തന്നെ ഈ പ്രദേശത്ത് പെയ്യുന്നുണ്ട്. ഇടവിട്ടുള്ള മഴ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്.
ഈ രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ടെന്ന് പറഞ്ഞ പോലെ ജില്ലാ പോലീസ് മേധാവി പറഞ്ഞതുപോലെ ഈ മണ്ണിടിച്ചിലുണ്ടായ സമയത്ത് വലിയ രീതിയിലുള്ള കല്ലും മണ്ണും ഇളകി വന്നിട്ടുണ്ട്, നല്ല ചെളി രൂപപ്പെട്ടിട്ടുണ്ട്. ഈ ചെളി രൂപപ്പെട്ടത് ഈ രക്ഷാപ്രവർത്തനത്തെ തിരച്ചിലിനെ വലിയ രീതിയിൽ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. ഒപ്പം ഈ മണ്ണ് മാറ്റുന്നതിനേക്ക് ഈ മഴ ഇടവിട്ട് പെയ്യുന്ന മഴ വലിയ തോതിൽ ബാധിക്കുന്നുണ്ട്. ഈ മണ്ണ് ഇവിടെ നിന്നും എടുത്തു മാറ്റാൻ പറ്റാത്ത തരത്തിൽ ഈ ചെളി വന്ന് രൂപപ്പെട്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. എന്തായാലും ഇപ്പോൾ ഈ പ്രദേശത്ത് തന്നെ ഈ മീനാക്ഷി പാലത്തിന്റെ ഇരു സൈഡുകളിലും ഉള്ള ഈ മണ്ണ് മാറ്റാനുള്ള പ്രവൃത്തികൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. ട്രക്കുകളും ഈ ടിപ്പറുകളൊക്കെ ഉപയോഗിച്ച് ഈ മണ്ണുകൾ ഈ പ്രദേശത്ത് തന്നെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ശ്യാമിലി.